നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. രാജസ്ഥാനിൽ വസുന്ധര രാജെ സിന്ധ്യ സ്വന്തം പാർട്ടി രൂപീകരിക്കാൻ തയ്യാറെടുക്കുകയാണ്. വസുന്ധര രാജെ 2028 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്വന്തം പാർട്ടി രൂപീകരിച്ച് മുഴുവൻ സീറ്റിലും മത്സരിക്കാൻ തയ്യാറെടുക്കുകയാണെന്ന് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ്. BJP നേതൃത്വവുമായി എല്ലാ രീതിയിലുള്ള ആശയവിനിമയവും അറ്റുകഴിഞ്ഞിരിക്കുന്നു. BJP സർക്കാരിനെ തള്ളിയിടാൻ ശ്രമിക്കുകയാണ് തൻ്റെ ലക്ഷ്യമെന്ന രീതിക്ക് തന്നെയാണ് അവർ പറയുന്നത്. സച്ചിനുമായും ഗെലോട്ടുമായും സഖ്യം ചേരുമോ, അതല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വവുമായി ഒരു രമ്യതയിലേക്ക് പോകുമോ എന്ന ചോദ്യത്തിന് എല്ലാം വരുന്ന ദിവസങ്ങളിൽ പറയാം എന്ന രീതിയിലേക്ക് മാറുകയാണ്. നമുക്കറിയാം, ഗജേന്ദ്ര സിംഗ് ഷെഖാവത്തും അർജുൻ റാം മേഘ്വാളും ഒക്കെയാണ് വസുന്ധര രാജയെ എല്ലാ രീതിയിലും രാഷ്ട്രീയപരമായി ഒതുക്കാൻ അമിത്ഷായോടൊപ്പം നരേന്ദ്രമോദിയോടൊപ്പം ചേർന്ന് നിന്ന് രാജസ്ഥാനിൽ കളികൾ കളിച്ചത്. അതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ രാജസ്ഥാനിൽ ബ്രാഹ്മണ വിഭാഗത്തിൽ നിന്നും ഒരു മുഖ്യമന്ത്രിയെ അവർക്ക് കിട്ടിയത്. ഭജൻലാൽ ശക്തനായ ഒരു മോദി പക്ഷക്കാരനാണ്. ഭജൻലാലിനെ പൊക്കിക്കൊണ്ടുവന്നത് അർജുൻ റാം മേഘ്വാളാണ്. ഭജൻലാലിനെ ഭരിക്കാൻ കൃത്യമായി BJP നേതൃത്വം അനുവദിക്കുന്നില്ല എന്ന ആരോപണം അദ്ദേഹം നേരത്തെ തന്നെ ഉന്നയിച്ചിരുന്നു. നമുക്കറിയാം, രാജസ്ഥാൻ മന്ത്രിസഭയിലെ പല നേതാക്കളും ശക്തമായ എതിർപ്പുമായി വരികയാണ്. രാജസ്ഥാനിൽ കോൺഗ്രസിൻ്റെ തിരിച്ചുവരവ് പ്രതീക്ഷിക്കുന്ന രീതിയിലേക്കാണ്. കാരണം ഛത്തീസ്ഗഡിലും രാജസ്ഥാനിലുമാണ് ഏറ്റവും ശക്തമായി കോൺഗ്രസ് പ്രതിപക്ഷത്തുള്ളത്. പ്രതിപക്ഷ നിരയിൽ തന്നെ കോൺഗ്രസ് നേതൃത്വത്തിന് അട്ടിമറിക്ക് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഈ രണ്ട് സംസ്ഥാനങ്ങളിലും ഏത് നിമിഷവും ഒരു പ്രശ്നം, ഒരു ആഭ്യന്തര കലാപം എന്ന രീതിയിൽ BJPക്കുള്ളിൽ ഒരു സ്ഫോടനാത്മകമായ സാഹചര്യം പൊട്ടിപ്പുറപ്പെട്ടേക്കാം. BJPയെ സംബന്ധിച്ചിടത്തോളം ഛത്തീസ്ഗഡിൽ ഭരണത്തിൽ മുന്നോട്ട് പോവുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. പ്രത്യേകിച്ചും ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റുകളുടെ ശക്തമായ എതിർപ്പ്, അതിനെ എല്ലാ രീതിയിലും അവഗണിച്ചുകൊണ്ടാണ് ബാസ്താറിലും ദന്തേവാദയിലും അവിടെ കോൺഗ്രസിൻ്റെ നേതൃത്വം ഭരിച്ചിരുന്നപ്പോൾ അവിടെ ജനങ്ങളിലേക്ക് വലിയ തോതിൽ അടിസ്ഥാന വികസനം എത്തിക്കുകയും നക്സൽ ബാധിത പ്രദേശങ്ങളെ ഏറെക്കുറെ അതിൽ നിന്നും മോചിപ്പിക്കുകയും ചെയ്തത്. എന്നാൽ വീണ്ടും അതിൻ്റെ ഏറ്റവും ശക്തമായ മൂർധന്യമായ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ്. അതിന് കാരണമാകുന്നത് ഭൂപേഷ് ബഗാൽ മാറിയതുകൊണ്ട് തന്നെയാണ്. ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയായ വിഷ്ണുദേവ് സായി വലിയ തോതിൽ ന്യൂനപക്ഷങ്ങളോടും അതുപോലെ തന്നെ ക്രൈസ്തവ വിഭാഗങ്ങളോടും കാണിക്കുന്ന ക്രൂരത, അനീതി, ഇതെല്ലാം വലിയ തോതിൽ ചർച്ചയായി മാറുകയാണ്. BJP നേതൃത്വത്തിന് വലിയ വെല്ലുവിളിയാണ് ഈ രണ്ട് സംസ്ഥാനങ്ങൾ. ട്രബിൾ ഷൂട്ടർ എന്ന രീതിയിലേക്ക് DK ശിവകുമാറിൻ്റെയും അതുപോലെ തന്നെ ഗൗരവ് ഗൊഗോയുടെയും പേരുകൾ ഏറ്റവും കൂടുതൽ പരാമർശിക്കപ്പെടുന്നതിൻ്റെ പ്രധാന കാരണം ഈ രണ്ട് നേതാക്കളിലും ഉണ്ടായിട്ടുള്ള AICC നേതൃത്വത്തിൻ്റെ ശക്തമായ വിശ്വാസവും പിന്തുണയും തന്നെയാണ്. ഇവർ വിചാരിച്ചാൽ വലിയ മാറ്റങ്ങൾ പല സംസ്ഥാനങ്ങളിലും കൊണ്ടുവരാൻ കഴിയും, പല സംസ്ഥാനങ്ങളിലും അട്ടിമറി നടക്കും എന്ന് ഉറച്ചു വിശ്വസിക്കുകയാണ്.